ഹായ് സ്റ്റുഡൻസ്, 2025 കീം എക്സാമിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സോ ഈ ഒരു കാലയളവിലാണ് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ +1, +2 സിലബസ് മാക്സിമം കവർ ചെയ്യേണ്ടി വരിക. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ്, അപ്പോൾ നിങ്ങൾ കുറേ പേര് ക്രാഷിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി നടത്തുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ ഒരു പ്രിപ്പറേഷൻസിൻ്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണോ അതനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് കുറേ കൂടെ എന്ത് ചെയ്യപ്പെടുക, നിർണ്ണയിക്കപ്പെടുക. സോ നിങ്ങളൊരു കീം എക്സാം എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു ഗവൺമെൻറ് കോളേജിൽ നല്ലൊരു കോഴ്സിനാണ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റാങ്ക് ഓൾമോസ്റ്റ് ഒരു 5000 താഴെ ആയിരിക്കണം. മാക്സിമം നിങ്ങൾ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു 5000 താഴെയെങ്കിലും നിങ്ങളുടെ റാങ്ക് വരണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കുറച്ചും കൂടെ, ഇപ്പോൾ നമുക്ക് ബോർഡ് എക്സാമിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ റാങ്ക് എത്തിക്കണമെങ്കിൽ കീം എക്സാമിന് നിങ്ങൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യണം. സോ നിങ്ങൾക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുമ്പോൾ 3 സബ്ജക്ട്സിലും നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് പ്രോബ്ലംസ് ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൂടുതലും ക്വസ്റ്റ്യൻ സോൾവിങ്ങിലേക്ക് മാറണം. കാരണം ഇപ്പോൾ ബോർഡ് എക്സാം കഴിഞ്ഞ് ബോർഡ് എക്സാമിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മൊത്തത്തിൽ മാറിയിട്ടാണ് നമ്മുടെ നിങ്ങളിപ്പം MCQs ഇപ്പോൾ നിങ്ങൾ കുറേ പേര് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കാണും. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കുറേയൊക്കെ കിട്ടിക്കാണും. അപ്പോൾ ആ ഐഡിയ ഇപ്പം കുറേ പേർക്ക് കാൽക്കുലേഷൻസിൽ സ്ലോ ആയെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ MCQൻ്റെ ഒരു ഫോമാറ്റിലേക്ക് വരുമ്പോൾ എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത് ശരിക്കും, അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യേണ്ടത് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഡെയിലി സ്കെഡ്യൂൾ അല്ലെങ്കിൽ ഡെയിലി സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഷുഡ് ബി ലൈക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ഇപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഓരോ സബ്ജക്ട്സ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ വെച്ച് നിങ്ങൾക്ക് ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആ 2 hours ക്ലാസ്സിൽ മാക്സിമം നിങ്ങൾ ശ്രദ്ധയോടിരിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം, ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ, മാത്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ടൈപ്പ് ഓഫ് എന്താണ്, ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ കുറേ ഇക്വേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഇക്വേഷൻ ബുക്ക് പോലെ അല്ലെങ്കിൽ ഒരു പേപ്പർ പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ക്ലാസ്സസിന് ശേഷം കിട്ടുന്ന വൈകുന്നേരം, അതായത് വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ സൈലത്തിൻ്റെ ബാച്ചസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലാസ്സസിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ DPP എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഒരു PDF കാണും. അവിടെ ആ ചാപ്റ്ററിനെ ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കാണും. അപ്പം ഇതിനുള്ള സമയം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊരു 10-12 മണിക്കൂറെങ്കിലും ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. കാരണം നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്കത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്ന സബ്ജക്റ്റിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണി വരെ നിങ്ങൾക്ക് ആ ഒരു ഇത് റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് ആ സമയങ്ങളിൽ റിവൈസ് ചെയ്ത് പോവുക. കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള 100 ക്വസ്റ്റ്യൻ സീരീസിൽ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോഴും ചെയ്യേണ്ടത്, ഇന്ന ചോദ്യങ്ങൾ കാണുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഐഡിയ ഇതാണ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് കീമിൻ്റെ PYQs നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, PYQs നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഒരു മോഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കൺസെപ്റ്റ്സ് പഠിക്കണം. കൺസെപ്റ്റ്സ് നിങ്ങൾ ക്ലാസ്സുകളിൽ കേൾക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ കേട്ട കൺസെപ്റ്റ്സിൻ്റെ ബേസിൽ നിങ്ങൾ അതിനൊന്നും ഷോർട്ട് രൂപത്തിലേക്ക് മാറ്റുക. ആ ഷോർട്ട് രൂപം മാത്രമേ റിവിഷന് വേണ്ടി യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് വെച്ച് നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ആ ചോദ്യങ്ങൾ, തെറ്റിയ ചോദ്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ അനലൈസ് ചെയ്യാം. പിന്നെ ഞാനൊരു ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 50 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒരു 40 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഈ 40 ക്വസ്റ്റ്യൻസ് ഇത്ര ചോദ്യങ്ങൾ എനിക്ക് തെറ്റി എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ലീവ് ചെയ്യാതെ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് തെറ്റിയത്, ആ ചോദ്യങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ഞാൻ വരുത്തിയത്, അതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇന്ന ചോദ്യങ്ങൾ, ഇന്ന കൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണം നിങ്ങളുടെ ഇക്വേഷൻ ബുക്കിൻ്റെ ബാക്കിൽ നിങ്ങൾ പഠിക്കാത്ത കൺസെപ്റ്റ്സ് എന്നുള്ള ഇക്വേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇങ്ങനെ പറയാം, ഇന്ന ചോദ്യങ്ങൾ വരുമ്പം അല്ലെങ്കിൽ ഇന്ന ഒരു കൺസെപ്റ്റ് വരുമ്പോൾ ഇത് വേണം യൂസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു റിവിഷന് വേണ്ടി നിങ്ങൾക്കത് യൂസ് ചെയ്യാം. കാരണം നമ്മുടെ മുമ്പിൽ ഇനി സമയം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇനി നമ്മളെ കൊണ്ടൊരു സ്കെഡ്യൂൾ, ഒരു ഡെയിലി പ്ലാനർ സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ദിവസത്തിൽ മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇഫ് യു ആർ എയിമിംഗ് ഫോർ എ ഗവൺമെൻറ് കോളേജ്, കോമ്പറ്റീഷൻ ഉണ്ടാകും. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെയായിരുന്നു, ഈ വർഷം അതേപോലെ കോമ്പറ്റീഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ടിലേക്ക് എത്തണമെങ്കിൽ ക്വസ്റ്റ്യൻ സോൾവിങ്ങിലും കൂടെ മാക്സിമം എത്താൻ ശ്രമിക്കാം. നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കീമിൻ്റെ വെയിറ്റേജ് വീഡിയോസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കീമിൻ്റെ ചാനലിൽ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് വെയിറ്റേജ് വീഡിയോസ് കാണാൻ സാധിക്കും. എന്നാലും ഒന്നും കൂടെ ഒരു പ്രോപ്പർ ഒരു വെയിറ്റേജ് വീഡിയോ പോലെ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് ചെയ്യുന്നുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്ത് ഏതൊക്കെ ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു ഐഡിയയും കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അത് ആ ഒരു സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. സോ ഈ വരുന്ന ദിവസങ്ങൾ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസിൻ്റെ കൺസെപ്റ്റ്സ് എങ്ങനെ മനസ്സിലാക്കാം, ക്വസ്റ്റ്യൻസിലൂടെ ഉള്ള പഠനം എങ്ങനെ പ്രോപ്പർ ആക്കാം എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. സോ നമ്മളിപ്പം സൈലത്തിലാണെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് ഇപ്പോൾ +2 ഒരു പകുതിയിലേക്ക്, +2 പോർഷൻസ് സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു പോർഷൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ +2 ശേഷമായിരിക്കും നമ്മൾ ഇനി +1 സ്റ്റാർട്ട് ചെയ്യുക. സോ +1 ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. +1 ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ക്ലാസ്സസ് ഫോളോ ചെയ്യുക,
ക്വസ്റ്റ്യൻസ് കൂടുതൽ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന രീതികൾ നിങ്ങൾ സ്പീഡപ്പ് ആക്കുക എന്നുള്ള രീതിയിലാണ് ഇനി പോകേണ്ടത്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയുക. അതുമായി ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.